ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കണത് നമ്മുടെ നാടൻ രീതിയിലുള്ള എലിശ്ശേരി കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എരിശ്ശേരി എന്നാണോ എലിശ്ശേരി എന്നാണോ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. പയർ നമ്മൾ കുതിർത്ത് വെച്ചത് കുക്കറിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വയ്ക്കുക കേട്ടോ. അതവിടെ ഇരുന്നിട്ട് വിസിലടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മത്തങ്ങ റെഡിയാക്കി എടുക്കണം. മത്തങ്ങ അരിയണ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ, അതെല്ലാവരും ക്ഷമിക്കട്ടോ. അപ്പോൾ മത്തങ്ങ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടേ നമുക്കതിലേക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അരപ്പിന് ആവശ്യമുള്ള തേങ്ങ ചെരുക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഞാൻ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കഴിക്കണത് എന്താ വെച്ചാലേ മാതള നാരങ്ങ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചുകൊണ്ടിരിക്കണത്. കുറച്ച് മാതള നാരങ്ങ 2 പാത്രത്തിലാക്കിയിട്ട് മക്കൾക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ പയറിലേക്ക് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. മത്തങ്ങയും പയറും കൂടി സമാസമം വേവണം. എനിക്ക് അങ്ങനെയാണ് കേട്ടോ എലിശ്ശേരി വെക്കുന്നത് ഇഷ്ടം കൂടുതൽ. നന്നായിട്ട് ഉടയണം. ഞാൻ ഇതിനെ കുത്തി കുത്തി ഉടയ്ക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഉള്ള ദേഷ്യം മുഴുവൻ ഞാൻ മത്തങ്ങയോടും പയറിനോടും തീർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുത്തുകൊണ്ട മത്തങ്ങയും പയറും എന്നെ അവിടെ ഇരുന്ന് പ്രാവുണ്ടാവും കേട്ടോ. അപ്പോൾ അവരവിടെ ഇരുന്ന് പ്രാവട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ടെടുക്കാം. മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയും ഒരു ശകലം മുളക് പൊടിയാണ് ഇടുക. പിന്നെ ബാക്കി നമ്മൾ പച്ചമുളക് അരപ്പിലിടുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇത്രയും പൊടികൾ ഇട്ടിട്ട് അതിനെ വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് വിസിലടിപ്പിക്കുകയാണ് കേട്ടോ. ഒരു വിസിലടിച്ചാൽ മതി, അപ്പോഴേക്കും ഏകദേശം വെന്ത് കിട്ടും. അങ്ങനെ അതവിടെ ഇരുന്നിട്ട് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അരപ്പിനുള്ളത് നോക്കാം. തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം, ഇതാണ് കേട്ടോ നമ്മുടെ ചേരുവകൾ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മത്തങ്ങയും പയറവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കണേ. അരപ്പ് നന്നായി വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മത്തങ്ങേനെയും പയറിനെയും നന്നായിട്ട് വീണ്ടും കുത്തി ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നന്നായി ബ്ലെൻഡായി മിക്സ് ചെയ്തിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനതിന് നന്നായി കുത്തി ഉടയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മത്തങ്ങയും പയറും എലിശ്ശേരി റെഡിയാണ്. ഫൈനലായിട്ട് നമുക്ക് അതിൽ കടുക് പൊട്ടിക്കാം കേട്ടോ. എൻ്റെ വറ്റൽമുളക് തീർന്നു, അത് കാരണം കൊണ്ട് ഞാൻ വറ്റൽമുളക് ഇതിൽ പൊട്ടിച്ചിട്ടിട്ടില്ല കേട്ടോ. കടുകും കറിവേപ്പിലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കടുകും കറിവേപ്പിലും ഇട്ട് താളിച്ച് കഴിഞ്ഞാലേ പിന്നെ കുറച്ച് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എലിശ്ശേരിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അങ്ങനെ കരിയാണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ. അതും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലിശ്ശേരിക്കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കേട്ടോ. എന്തായാലും എലിശ്ശേരിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കാം കേട്ടോ. അതിന് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് സവാളയും കൊത്തി അരിഞ്ഞ് വയ്ക്കുക. പിന്നെ പപ്പടം കുരുകുരാന്നരിഞ്ഞെടുക്കണം കേട്ടോ. അതങ്ങനെ അരിഞ്ഞെടുത്ത് അതിലേക്ക് കുറച്ച് പച്ചമുളകും കീറിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആവാറായിട്ടാ. ഇനി നമുക്കിതാ പാനൊക്കെ അടുപ്പത്ത് വെച്ച്, പാനല്ല കേട്ടോ, ചീഞ്ചട്ടിയാണ് ഞാൻ ഇവിടെ എടുക്കണേ. ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പപ്പടത്തിന് ആദ്യം വറുത്ത് കോരി എടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോഴേക്കും പപ്പടത്തിനെ വറുത്ത് കോരി മാറ്റി വയ്ക്കണം. അതൊക്കെ അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് ബാക്കി മസാല ഇടേണ്ടത്. എപ്പോഴും പപ്പടം നമ്മൾ വെറുതെ തന്നെ നടുമുറിക്കുകയോ അല്ലെങ്കിൽ ഒട്ടൊടുക്കനെ വറക്കല്ലേ പതിവ്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളകൊക്കെ വറുത്തെടുത്ത് അതൊന്ന് നന്നായിട്ട് വറവായിട്ട് വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കുഞ്ഞുള്ളും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് ആ പച്ചച്ചയൊക്കെ വിട്ട് ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളുപ്പ്, ഒരു പിഞ്ചുപ്പും ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച പപ്പടം കൂടി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ സൂപ്പർ ടേസ്റ്റുള്ളൊരു പപ്പടം മിക്സ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരു പേരിട്ടതാ. അപ്പോൾ ഓക്കെ, ഞങ്ങളുടെ ഊണ് റെഡി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ വേറെ വീഡിയോ കാണാം. ബായ്.